പയ്യെ പറഞ്ഞ കേട്ടോ കേട്ടോ. നമസ്കാരം. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡ്രൈവർ പരീക്ഷയിൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന പരീക്ഷ 29 റാങ്ക് അല്ലേ? കമ്പനി ബോർഡ് ഡ്രൈവർ വലിയ ഉയർന്നൊരു കട്ട് ഓഫ് വന്നതാണ്. എത്ര കട്ട് ഓഫ് ആയിരുന്നു? 80 അടുപ്പിച്ചുകൊണ്ടു 79-80 റേഞ്ച് വന്ന കട്ട് ഓഫ് ആയിരുന്നു. സ്റ്റേറ്റ് ബോർഡ് ലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതില് മനു ലാൽ എം എന്റെ നാട്ടുകാരൻ കൂടിയാണ്. മനുവിനെ എനിക്ക് പണ്ടേ അറിയാം. മനു ഇതിനു മുമ്പ് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. നിർഭാഗ്യവശാൽ കുറച്ച് റാങ്ക് പുറകിലോട്ടായതുകൊണ്ട് ആ ലിസ്റ്റ് കിട്ടിയില്ല. ഇപ്പൊ ഡ്രൈവറിൽ ഒരു ഡ്രൈവറല്ലേ? ഇപ്പൊ ഏതൊക്കെ ഡ്രൈവറാണ് ഉള്ളത്? ഇപ്പം നിലവില് കമ്പനി ബോർഡിലും പിന്നെ പ്രസന്റിൽ എത്രയാണ് റാങ്ക്? 35 പക്ഷെ അതില് മാർക്ക് വൈസ് 1ാം റാങ്ക് ആയിരുന്നു. മാർക്ക് വൈസ് പ്രസന്റിന്റെ മാർക്ക് വൈസ് 1ാം റാങ്ക് ആയിരുന്നാണ്. പക്ഷെ അതിലെ ഡ്രൈവിംഗ് ഡ്രൈവിംഗിൽ മാർക്ക് ഇല്ല, കൊടുത്തിട്ടില്ല അല്ലേ? അല്ല, എനിക്ക് ബേസ് ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടി എനിക്കാണ് ഡ്രൈവിംഗ് കൊടുത്തിട്ടുണ്ട്. 15 മാർക്ക്. അപ്പൊ അതുകൊണ്ട് 35 ആയി. ശരി. അതില് ഇപ്പൊ കമ്പനി ബോർഡ് ഡ്രൈവറിൽ ഇപ്പൊ തന്നെ 25 വേക്കൻസി ഉണ്ട്. കമ്പനി ബോർഡ് ഡ്രൈവറിൽ വേക്കൻസി റിപ്പോർട്ട് ആയിട്ടില്ല. 4 വേക്കൻസി ഇത് പോയിട്ടുണ്ട്. 4 വേക്കൻസി ഇപ്പൊ റിപ്പോർട്ട് ആയിട്ടുണ്ട്. ശരി. അപ്പം സാധാരണ അത് 250ഓളം അഡ്വൈസ് പോകുന്നതാണ് അല്ലേ? കമ്പനി എന്തായാലും പോകുന്നതാണ്. അപ്പൊ ഉടനടി കിട്ടും. ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഡ്രൈവർ പരീക്ഷയിൽ എന്താണ്, എങ്ങനെ ഒരു മാർക്ക് ഇത്രയും വാങ്ങിച്ചു, എങ്ങനെ വിജയിക്കാൻ പറ്റി എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനുവിനെ വെച്ച് വീഡിയോ ചെയ്യുന്നത്. മനുവിനെ പണ്ടേ അറിയാം. മനു പേഴ്സണൽ ആയിട്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. വീട്ടില് അച്ഛനും അമ്മയും പിന്നെ അനിയനും ഉണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ കൂലിപ്പണിയാണ്. അമ്മ പണി ഇപ്പൊ ഇല്ല. മനു അതിന്റെ അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ ആറ്റിങ് ഒരു ചാനൽ പഠിക്കാൻ പോകണം, എഡിറ്റിംഗ് പഠിക്കുകയാണ്. മനു ഇപ്പം നിലവിൽ ആദ്യമായിട്ട് PSC ഇപ്പൊ എത്ര നാളാവും PSC എന്ന് പറയുന്ന കാര്യമായിട്ട് നോക്കി തുടങ്ങിയിട്ട്? ആദ്യം വന്ന ലിസ്റ്റ് പോലീസാണ്. പോലീസ് നോട്ടിഫിക്കേഷൻ. അതിനുശേഷം പഠിച്ചു തുടങ്ങുന്നത്. അതിൽ എത്ര റാങ്ക് ഉണ്ടായിരുന്നു? അതില് ഞാൻ കാസർഗോഡ് വെച്ചത്. അന്ന് 642 640. അടുത്ത പോലീസിലുണ്ടായിരുന്നു. അടുത്ത പോലീസ് തിരുവനന്തപുരം വെച്ച് അത് 636 ഭാഗ്യം ഇല്ലാത്തത്. അതിന് തൊട്ട് മുമ്പ് വരെ 900 ഒക്കെ പോയ പോലീസ് പെട്ടെന്ന് കോവിഡിനൊക്കെ ശേഷം നമ്മുടെ പ്രതീക്ഷ പോലെ ഒരു നിയമനം നടന്നില്ല. അതിനുശേഷം 24 തൊട്ടാണ് പഠിച്ചത്. നല്ലപോലെ 24 നല്ലപോലെ പഠിച്ചത്. 24 കാര്യമായിട്ട്. അപ്പൊ അതുവരെ എങ്ങനെയായിരുന്നു ഈ പഠിത്തത്തോടൊപ്പം ജോലി എന്തൊക്കെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്? ജോലി കാറ്ററിംഗ്, അങ്ങനെയുള്ള കാറ്ററിംഗ് ആണ്. എനിക്ക് തോന്നുന്നു PSC പഠിക്കുന്ന ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കാറ്ററിംഗ് ആണ് പോകുന്നത്. എന്താണ് അതിലൊരു മെച്ചമായിട്ട് തോന്നിയിട്ടുള്ളത്? സാധാരണ ഇപ്പൊ നമ്മളൊരു ഓഫീസ് ജോലിക്ക് വല്ലതും പോയി കഴിഞ്ഞാൽ നമുക്ക് സമയമൊക്കെ അത് തന്നെ സമയം തന്നെ നമുക്ക് ഒരു ദിവസം പോകണ്ടെങ്കിൽ പോകണ്ട. നമ്മളെ കാര്യങ്ങൾ നടക്കാനുള്ള പൈസ നമുക്ക് അതിന് കിട്ടും. അതാണ് അതിന്റെ ഏറ്റവും ബെനിഫിറ്റ്. വേറെ എന്തെങ്കിലും ജോലിക്ക് പോയോ? ഇല്ല, കാറ്ററിംഗ് അങ്ങനെയുള്ള സെക്യൂരിറ്റി ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ വോളണ്ടറി ആയിട്ടൊക്കെ പോകും. അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഫയർഫോഴ്സിന്റെ. അപ്പൊ ഇതില് ഈ ഇപ്പം കാറ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചോണ്ടിരിക്കുകയാണ്, ജോലിയാവുന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ എന്നാലും എന്താണ് ആ ഒരു പല ആൾക്കാരും പല സമീപിക്കുമല്ലോ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ശരി. അപ്പൊ പഠിത്തത്തിലോട്ട് വരാം. അപ്പം ഇപ്പൊ ഏറ്റവും നല്ല റാങ്ക് എനിക്ക് തോന്നുന്നു കിട്ടിയത് 29 റാങ്ക് കിട്ടിയ കമ്പനി ബോർഡ് ഡ്രൈവർ. അത് വലിയൊരു കാര്യമാണ്. കാരണം അതില് കട്ട് ഓഫ് കൂടുതൽ. അതേപോലെ പ്രിസണിന് 1ാം റാങ്കുകാരൻ തന്നെയാണ് എന്ന രീതിയിൽ. എഴുത്ത് പരീക്ഷ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചത് മനുവാണ്. മനു എങ്ങനെയായിരുന്നു ആ ഒരു പഠനം? അതാ ഒന്നറിയണം. അതായത് ഒരു എന്തായാലും എനിക്ക് തോന്നുന്നു റിട്ടേൺ എക്സാമിന് പ്രിസണിന് 68 എന്തോണം കട്ട് ഓഫ്. ഒരു 75.67 മാർക്കാണ്ട് 76 പോയിന്റ് ഉണ്ട്. അല്ല, എനിക്ക് 70 സംതിങ് ആണേ ഉള്ളൂ. 70 ഉള്ളൂ. അല്ല, 76. അല്ല 76. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് മാർക്ക് ഓർമ്മയുണ്ട്. ഞാൻ മാർക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. 76 പോയിന്റ് നല്ല മാർക്കുണ്ട്. അപ്പം പിന്നെ അതേപോലെ കമ്പനി ബോർഡിനും ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡ്രൈവിംഗ് ടെസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. അപ്പം മാർക്ക് ഡ്രൈവിംഗിന്റെ മാർക്ക് കൊണ്ട് മാത്രമല്ല, എഴുത്ത് പരീക്ഷ കൂടെ കൊണ്ട് തന്നെയാണ് ഈ റാങ്ക് കിട്ടിയത്. എഴുത്ത് പരീക്ഷ മാർക്ക് ഉണ്ടായിരുന്നു. 85 പോകുന്നു. 85 ഇല്ല, 80-നും 85-നും ഇടയ്ക്ക്. എങ്ങനെ എത്രയും ഒരു 80% ഡിസ്റ്റിങ്ഷൻ മാർക്ക് എങ്ങനെ വാങ്ങാൻ പറ്റി? നിരന്തരം അത് എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവർ പരീക്ഷയുടെ സിലബസ് പ്രകാരം അങ്ങനെ പഠിച്ചതാണോ? എന്തെങ്കിലും ഒരു ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പ്? എല്ലാവരും ഇപ്പം ഡ്രൈവറിന്റെ മാർക്ക് ഇത്രയും വാങ്ങിച്ച ഒരാളാണല്ലോ എന്ന രീതിയിലായിരിക്കും കാണുന്നത്. ഡ്രൈവർ പരീക്ഷയ്ക്ക് തന്ന ചാനലും ബുക്കുകളും തന്നെ കൂടുതലും നോക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം കറണ്ട് അഫെയറും എല്ലാം നോക്കി പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് എത്ര മണിക്കൂറൊക്കെ എങ്ങനെയൊക്കെയാണ് സമയം കണ്ടത്? രാവിലെ എങ്ങനെയായിരുന്നു സ്റ്റഡി ടൈം? രാവിലെ തൊട്ട് സ്റ്റഡി ടൈം എന്ന് വെച്ചാൽ ഞങ്ങള് കമ്പനി സ്റ്റഡി ആയിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തത്. അപ്പം രാവിലെ ഞങ്ങളൊരു 9 മണിയാകുമ്പോൾ ഇറങ്ങിയ എങ്ങനെ പോയാലും 2 മണി വരെ ഇവിടെ ഇരിക്കും. ഇവിടെ അടുത്തായിരിക്കുന്നത്. ഞങ്ങളൊരു 4-5 പേരുണ്ട്. ഒരേ പരീക്ഷ അല്ല, അവര് മെയിനായിട്ടും പോലീസാണ് നോക്കിയത്. എനിക്കും വേറൊരു പയ്യനും ഡ്രൈവർ ഉണ്ടായിരുന്നു. ശ്രീഹരിക്ക് എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിശേഷങ്ങൾ. ശ്രീഹരിക്ക് 5 റാങ്ക് ഉണ്ടല്ലേ? ശ്രീഹരിക്ക് 10 റാങ്ക് ഉണ്ട്. ശരി. അപ്പം അതുപോലെ വിഷ്ണു VL നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവന്റെ വീഡിയോ
അവരൊക്കെ വീഡിയോ നമ്മൾ എടുക്കും. വിഷ്ണുവിന് ഇത്തിരി കുറച്ച് ബാക്കിലോട്ടാണ്, ഉടനെ തന്നെ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പഠിച്ചപ്പോൾ ഒരു മണി മുമ്പായിട്ട് ഞങ്ങൾ 1 മണിക്കൂർ രാവിലെ ഇരുന്ന് അങ്ങ് പഠിക്കുമായിരുന്നു. മറ്റേ ഡ്രൈവർ ടോപ്പിംഗ് പഠിക്കുമായിരുന്നു. അത് ആദ്യം പഠിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഇവിടെ ഇരുന്ന് ബാക്കിയെല്ലാം നോക്കും. കാരണം ബാക്കി അവര് വരുമ്പോഴത്തേക്ക് ഒഴിച്ച് ഇംഗ്ലീഷും മാത്സും ഇല്ല. പക്ഷെ പോലീസ് ഡ്രൈവറിലും ഉണ്ടല്ലേ? പോലീസ് ഡ്രൈവറിൽ ഉണ്ടല്ലോ, പോലീസ് ഡ്രൈവർ എഴുതിയിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് വരാനുണ്ട്. ലിസ്റ്റ് വന്നിട്ടില്ല, നീട്ടി റാങ്ക് ലിസ്റ്റ് വരാനുണ്ട്. പഴയ ലിസ്റ്റ് നീട്ടി. സാധ്യത അത് വരും, അത് വരും. പക്ഷെ എത്ര പേര് ലിസ്റ്റ് ആണത്? അത് ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല. അത് അത്ര ഒന്നും തോന്നുന്നു, കറക്റ്റ് അറിയില്ല. അപ്പൊ ഇത് ഈ ഇപ്പോഴത്തെ പ്രിസൺ ഡ്രൈവർ അത് ഉറപ്പില്ല കിട്ടുമെന്നുള്ള കാര്യം. പ്രിസൺ ഡ്രൈവർ പാടായിരിക്കും. അപ്പൊ ഉച്ചവരെ നിങ്ങൾ അങ്ങനെ പഠിച്ചു. പിന്നെ ഇതിന്റെ ഒരേ സിലബസ് ഇംഗ്ലീഷും മലയാളം മാത്രമേ ഇതിൽ ഇല്ലാതുള്ളൂ. ബാക്കി ആൾമോസ്റ്റ് സെയിം. ഒരുപാട് അതായത് ഈ പ്രിസൺ ഡ്രൈവറിന് അപ്പൊ ഈ അതില് സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്ക് വരുന്നില്ലേ, മറ്റേ സ്പെഷ്യല്? അതൊക്കെ എങ്ങനെ മേക്കപ്പ് ചെയ്ത്? അത് സ്പെഷ്യൽ ടോപ്പിക് ആണെന്ന നോട്ട്സ് ആണ് കൂടുതൽ നോക്കിയത്. അതിനൊക്കെ ഉപകരിച്ചു. അതായത് വലുതായിട്ട് അതായത് ഒരുപാട് അങ്ങനെ അത് ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല. ബേസ് കുറെ കാര്യങ്ങൾ നോക്കി, ബേസ് കുറെ നോക്കിപ്പോയി. കാരണം കടുപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിക്കാണില്ല, ആരും കിട്ടി കാണത്തില്ല. ബാക്കി എല്ലാ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാരും ഒരേപോലെ തന്നെ പരീക്ഷ സമീപിച്ചു. ഒരുപാട് പഠിച്ചാണ്. ശരി. അപ്പൊ ഇനി അടുത്ത് LDV അതിലോട്ട് എത്തിയപ്പോ എങ്ങനെയായിരുന്നു? അതായത് ഒരു റിട്ടേൺ എക്സാമിന് ഇത്രയും ഒരു 80+ മാർക്ക് വാങ്ങാൻ ഒത്തിരി പാടല്ലേ? അതുകൊണ്ടാണ് ചോദിച്ചത്. എനിക്കിപ്പോ ഒരു പരീക്ഷയ്ക്ക് അത്രയൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ബുക്ക് മെയിൻ ആയിട്ടും സ്കൂൾ ടെസ്റ്റ് ഒക്കെ റെഫർ ചെയ്തിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. സ്കൂൾ ടെസ്റ്റ് നല്ലൊരു നോക്കുന്നുണ്ട്. കറണ്ട് അഫെയർ എല്ലാം. കറണ്ട് അഫെയർ അത്യാവശ്യം ആ സമയത്ത് വേറെ എക്സാം ഉള്ളതുകൊണ്ട് LGS ആയിരുന്നു. LGS 408 ആണ്. ആ സമയം നന്നായിട്ട് നോക്കുന്ന ടൈമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ആ സിലബസ് മാക്സിമം നോക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മാസത്തോളം നല്ലപോലെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 6 മാസം എത്രയാണ് പഠിച്ചിട്ടുള്ളത്? ഏകദേശം ഒരു വർഷം അടുപ്പിച്ച് നല്ലപോലെ ഇരുന്ന് പഠിച്ചാണ് ഒന്നിലേറെ ലിസ്റ്റിൽ വരാൻ പറ്റും. ശരി. അപ്പൊ ഇതിനു മുമ്പ് ഉണ്ടായ ഒരു വിഷമമുള്ള ഒരു ഘട്ടം പറയട്ടെ. അതായത് ലിസ്റ്റിലൊക്കെ വന്ന്, റാങ്ക് ലിസ്റ്റിൽ വന്ന് ഫിസിക്കല് പാസ്സായി, ജോലി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ച റാങ്ക് ആയിരുന്നു. അപ്പൊ അവിടെ തൊട്ട് അടുത്ത ഈ ഒരു കാലം വരെ വന്നതിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 വർഷമെങ്കിലും സമയം എടുത്താണ്. ഈ കാലയളവിൽ വന്ന ഒരു വിഷമങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ ലൈഫിൽ അഫക്ട് ചെയ്തിട്ടുള്ളത്? വിഷമം ഉണ്ടായിരുന്നു. കാരണം കൂടെയുള്ള എല്ലാവരും ജോലി കിട്ടി പോയപ്പോഴത്തേക്കും നമുക്ക് ജോലി കിട്ടാത്തപ്പോഴും എല്ലാവരും ചോദിക്കുമായിരുന്നു, ഇങ്ങനെ കയറി പോറായില്ലേ, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നത്. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു, കിട്ടാവുന്ന വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം എഴുതി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയിൽ തന്നെ പഠിച്ചു. അതെ. വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു? വീട്ടിൽ വേറെ കുഴപ്പമൊന്നുമില്ല, അവര് അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരും ചേട്ടന്മാരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ ഇതിന്റെ ഇടയിൽ കുറച്ച് എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സ്പോർട്സ് ആക്ടിവിറ്റീസ് അത്യാവശ്യം കറങ്ങാനൊക്കെ പോയി, അതിന്റെ കൂടെ തന്നെ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടാണ് പഠിക്കുന്നത്. കിട്ടുന്ന സമയം ഒരുപാട് വീഡിയോ റീൽസ് അങ്ങനെയല്ല ടൂർ പോകുന്നത് കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെയാണ്? ഒരു ഇടയ്ക്ക് വെച്ച് നേപ്പാൾ വരെ പോയായിരുന്നു. നേപ്പാൾ പോയി, പിന്നെ മേഘാലയ പോയിട്ടുണ്ട്. അത് ഈ സമയത്ത് തന്നെ പോയിട്ടുള്ളേ. സ്ട്രെസ് ഫ്രീ ആയി. അതാണ്, ഇവർക്ക് വേണം അതിന്റെ കൂട്ടത്തില്. അപ്പോഴത്തേക്ക് നമ്മളും കുറച്ച് ഫ്രീ ആവും. അതൊക്കെ ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണോ അതിന് മുമ്പ്? അല്ല, ഇത് ഡ്രൈവറിന് മുമ്പാണ് ഞാൻ മേഘാലയ പോയത്. ഡ്രൈവർ പരീക്ഷയ്ക്ക് മുമ്പ് 1 മാസം മുമ്പാണ് മേഘാലയ പോയത്. അതെ, ശരി. എന്ന് പറഞ്ഞാൽ എഴുത്ത് പരീക്ഷയ്ക്ക് മുമ്പ്. ഓക്കെ, ശരി. അപ്പൊ എല്ലാം പഠിച്ച് തീർത്തുന്ന ഒരു കോൺഫിഡന്റ് ആയിട്ടാണ് പോയത് അല്ലേ? അത് എത്ര ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു? അത് 10 ദിവസം. 10 ദിവസം. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഒരു ട്രിപ്പൊക്കെ പോകണമെന്നും സത്യം പറഞ്ഞാൽ പഠിത്തത്തെ അഫക്ട് ചെയ്യണമെന്നില്ല അല്ലേ? പഠിത്തം അതിന്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ടായാലും. ശരി. പിന്നെ സ്പോർട്സ് ഇവിടെ വയലിൽ നമ്മൾ കണ്ട വയലിൽ ഇവിടെ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളും. ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഏത് ഗെയിമാണ് കൂടുതൽ ഇഷ്ടം? ഡ്രൈവറല്ലേ ഇപ്പൊ വന്നേക്കുന്നത്? അപ്പൊ ഡ്രൈവർ ജോലി, ഡ്രൈവിംഗ് നല്ലപോലെ അറിയുന്ന, അതല്ല അങ്ങനെ ചെയ്തിട്ടുള്ള ആള് തന്നെ? ഡ്രൈവർ വലുതായിട്ട് അറിയുന്നില്ല. എവിടെ പോയി പ്രാക്ടീസ് ചെയ്ത ഡ്രൈവിംഗ്? ഞാൻ KSRTC മറ്റേ ചടയമംഗലം ഡിപ്പോയില് അവരാണ് ബസ് വന്നത്, അവിടെയാണ് പ്രാക്ടീസ് ചെയ്തത്. പിന്നെ ഇടയ്ക്ക് വെച്ച് പാലോടും പോയി നോക്കിയായിരുന്നു. പുലരിയിൽ. ശരി. പിന്നെ നല്ലപോലെ പഠിക്കാൻ പറ്റിയ ഒരു കോച്ചിങ് പരമായിട്ട് സഹായം കിട്ടിയ എവിടെ നിന്നൊക്കെയാണ്? കൊച്ചുപൂരായിട്ട് പ്രശ്നമൊക്കെ എനിക്ക് PSC അണ്ണന്റെ ജൂനിയേഴ്സ്. അതല്ലാതെ ഞാൻ എന്റെ ചാനലിൽ എന്നെ കുറിച്ച് പറയണ്ട. അതല്ലാതെ ദിശയിലും പ്രൈമിലൊക്കെ. അതെ, ദിശയുടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കൂടുതല് മറ്റു പയ്യന്മാര് പച്ചവെള്ളം PSC ഉണ്ടായിരുന്നു. ഓ, എല്ലാം നോക്കുമായിരുന്നു. പച്ചവെള്ളം PSC ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അത്. ചലഞ്ചേഴ്സ് അല്ല പച്ചവെള്ളം PSC. അത് പക്ഷേ കറണ്ട് അഫെയർ എനിക്ക് കുറച്ച് കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. അതിന്റെ അത് യൂട്യൂബ് ചാനലാണല്ലേ? യൂട്യൂബ് അല്ല, പെയ്ഡ് ചാനൽ, പെയ്ഡ് ആപ്പാണ്. അപ്പൊ അത് കുറച്ചുകൂടെ ഇത് കറണ്ട് അഫെയർ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ടായി തോന്നി.
പിന്നെ എല്ലാ ആപ്പും ഉണ്ടായിരുന്നു, ബുക്കും എല്ലാവരും ഉണ്ടായിരുന്നു. അതെ, കമ്പൈൻ സ്റ്റഡി ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്തത്. അല്ല, ഈ ഡ്രൈവർ പരീക്ഷയ്ക്ക് നമുക്കിപ്പോ ഒരു ഡ്രൈവറിന് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരാൾ ഒരു റാങ്ക് ഫെയിൽ വാങ്ങും, ഡ്രൈവർ ടോപ്പിക് 1, 2, 3 വാങ്ങാം, അല്ലെങ്കിൽ 2 വാങ്ങാം. ടാലന്റ്, ലക്ഷ്യ, അല്ലെങ്കിൽ ദിശ, അല്ലെങ്കിൽ ലളിതം അപ്ലിക്കേഷൻ വാങ്ങുന്നു. അപ്പൊ ഇതിലുള്ള മാത്രമേ പഠിച്ചിട്ടുണ്ടോ, അത് എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ് കണ്ടെത്തി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഇതിനകത്തുള്ള മാക്സിമം 1-2 വട്ടം അത് റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ പരീക്ഷയ്ക്ക് കുറഞ്ഞിട്ടുണ്ടോ? പരീക്ഷയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്, പരീക്ഷ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. പ്രാക്ടീസ് അതാണ് എനിക്ക് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുമായിരുന്നു. അത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക്. എന്തായാലും സന്തോഷമുണ്ട്. പലപ്പോഴും അന്നൊക്കെ ആ ജോലിയിൽ നിന്ന് മാറിയുന്ന സമയത്ത് എനിക്ക് വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്ന് എടുത്തത്. കേട്ടോ, ഒരു വലിയ റാങ്ക് അല്ലെന്നും പറയാൻ പറ്റില്ല, ആണെന്നും പറയാൻ പറ്റില്ല. 29 റാങ്കുകാരൻ ഒരു സാധാരണ ഒരു ആൾക്ക് എങ്ങനെ ഇത്രയും റാങ്കിലോട്ട് എത്താൻ പറ്റും, എന്തൊക്കെയാണ് സ്ട്രഗിൾ സഹിച്ചത്. അപ്പൊ ആ ഒരു സാധാരണപ്പെട്ടവന് കിട്ടിയ റാങ്ക് തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ റാങ്ക്, എനിക്ക് വേണമെങ്കിൽ 1-ാം റാങ്കുകാരനെ തിരക്കി പോയി കണ്ടുപിടിച്ച് വീഡിയോ ചെയ്യായിരുന്നു. പക്ഷെ 1-ാം റാങ്കുകാരെ വീഡിയോ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരു ആവറേജ് റാങ്ക് വാങ്ങുന്ന ഒരാള് ഇപ്പൊ പുള്ളി ആവറേജ് റാങ്ക് ഇപ്പം LGS 400 സംതിങ് റാങ്കാണ്. എന്നാൽ നല്ല റാങ്ക് 29 റാങ്ക് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ പോലീസ് ഡ്രൈവറിന് വരായിരിക്കുന്നു. ഇതെല്ലാത്തിലും വെച്ച് നോക്കുകയാണെങ്കിൽ ഏതിലായിരിക്കും പോകുന്നത്? പോലീസ് ഡ്രൈവറും കൂടെ കിട്ടുകയാണെങ്കിൽ അതിന് പോകും. പോലീസ് പണ്ട് ആഗ്രഹമുള്ള ജോലിയാണ്, അപ്പൊ അത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ പോലീസ് നോക്കുന്നത്. ഇനി ഏജ് റിലാക്സേഷൻ കൂട്ടിയിട്ടുണ്ട്. അപ്പം CPO നോക്കുമോ? CPO അടുത്ത് ഈ പരീക്ഷ എഴുതാൻ പറ്റിയില്ല, അടുത്ത പരീക്ഷ ഒന്ന് എഴുതാൻ പറ്റുമെന്ന വിശ്വാസം. അപ്പൊ അതൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. അതും നോക്കണം. എന്തായാലും ജോലി ആവുന്നവരെ പഠിക്കും. ജോലി കഴിഞ്ഞും പഠിക്കാൻ ശ്രമിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ജോലി ആവട്ടെ. അടുത്തൂടെ അമ്പലമുണ്ട്. അപ്പം ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.